ഹായ് സ്റ്റുഡൻസ്, ബ്രൈറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രിയങ്കരനായ നിയാസ് സർ. നമ്മൾ ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത് ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഹിസ്റ്ററിയിലെ സെക്കൻഡ് ടൈമിലെ കുറച്ച് പാഠങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ചാപ്റ്ററുകളും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. നമ്മൾ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം പറയും, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആൻസറുകളും പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കാണുക, നമ്മുടെ ചാനലിൽ മാക്സിമം എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, പാഠങ്ങളിലേക്ക് പോകാം. ഓക്കെ, അന്നേരം നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയുള്ള ആദ്യത്തെ പാഠം, അതായത് ഹിസ്റ്ററിയിലെ 5ാമത്തെ പാഠമാണ് കൾച്ചർ ആൻഡ് നാഷണലിസം. മക്കളെ, ചാപ്റ്ററിന്റെ പേരെന്താണ്? കൾച്ചർ ആൻഡ് നാഷണലിസം. ഇവിടെ കൾച്ചർ എന്ന് വെച്ചാൽ സംസ്കാരമാണ്, നാഷണലിസം എന്ന് വെച്ചാൽ ദേശീയതയാണ്. അപ്പം സംസ്കാരവും ദേശീയതയും എന്നുള്ളതാണ് ആ ചാപ്റ്ററിന്റെ മലയാളം. അതിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങൾ സാറിന് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കും. അപ്പൊ ആ ചാപ്റ്ററിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേശീയത എന്ന് പറയുന്ന ഒരു വികാരമുണ്ടല്ലോ. നാം എല്ലാവരും ഇന്ത്യക്കാരാണ് അല്ലേ, നാം എല്ലാവരും ഒന്നാണ് അല്ലെ, ജാതി മത വർഗ ഭാഷ പ്രദേശങ്ങൾക്ക് അപ്പുറമായിട്ട് നാം എല്ലാവരും ഇന്ത്യൻസ് ആണ്. ആ ഒരു ഫീലിങ്സ് ഇന്ത്യക്കാർക്കിടയിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായി അല്ലേ. ഇതിന് തൊട്ട് മുമ്പത്തെ പാഠത്തിൽ പറയുന്നുണ്ടല്ലോ, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നൊരു പാഠമുണ്ട്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ പാഠം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ദേശീയ വികാരം ഉണ്ടായി, ആ ദേശീയതയിലേക്ക് ഇന്ത്യക്കാരെ നയിച്ച ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു ചരിത്രം കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ആ പാഠത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ജസ്റ്റ് ആദ്യം പറഞ്ഞേക്കാം. നോക്കുക നിങ്ങളെ. ഒന്നാമതായിട്ട് പറയുന്നുണ്ട് കൊളോണിയൽ റൂൾ ആൻഡ് നാഷണലിസം. അതായത് നാഷണലിസത്തിലേക്ക്, ദേശീയതയിലേക്ക് കൊളോണിയൽ റൂൾ അഥവാ ബ്രിട്ടീഷുകാരുടെ ഭരണം എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നുണ്ട് സോഷ്യൽ റിഫോംസ് ആൻഡ് നാഷണലിസം. സോഷ്യൽ റിഫോംസ് എന്ന് വെച്ചാൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. അവയുടെ ഫലമായിട്ട് നമുക്കിടയിൽ എങ്ങനെ ഒരു ദേശീയത എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നുണ്ട് ദ പ്രസ് ആൻഡ് നാഷണലിസം. പ്രസ് എന്ന് വെച്ചാൽ പത്രമാണ്. പത്രങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഒരു ദേശീയ വികാരം ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണലിസം അഥവാ വിദ്യാഭ്യാസം എങ്ങനെയാണ് ദേശീയ വികാരം ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം. ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ സാഹിത്യമാണ്. അപ്പൊ സാഹിത്യത്തിന്റെ ഫലമായിട്ട് എങ്ങനെ ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ വികാരമുണ്ടായി എന്ന് പറയുന്നുണ്ട്. അവസാനമായിട്ട് പറയുന്നത് ആർട്ട് ആൻഡ് നാഷണലിസം ആണ്. ആർട്ട് എന്ന് വെച്ചാൽ കലയാണ്. അപ്പൊ കലാപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യം എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാക്കിയതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിരിക്കും. ഒന്നുകിൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പത്രങ്ങൾ എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ വികാരം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ സാഹിത്യം എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ വികാരം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ വികാരം ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം ഇപ്പോഴത്തെ എക്സാമിനേഷനും നിങ്ങളുടെ ലാസ്റ്റ് ബോർഡ് എക്സാം ഉണ്ടല്ലോ അന്നും ഉറപ്പായും ചോദിച്ചിരിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പുസ്തകം ഒന്നെടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെച്ചാൽ സാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് നോക്കി പോകാം. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാൻ നമുക്ക് സാധിക്കത്തില്ല, എങ്കിലും മെയിൻ പോയിന്റ്സ് സാർ എന്ന് പറയുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതെല്ലാം തന്നെ ഫോളോ ചെയ്യുവാൻ പറ്റും. ഓക്കെ, അന്നേരം കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന് പറയുന്ന പാഠം സംസ്കാരവും ദേശീയതയും അല്ലെ. നമ്മുടെ രാജ്യം ഒരു വൈവിധ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ നാം എല്ലാവരും ഇപ്പോഴും നമുക്കിടയിൽ ഒരു ഫീലിങ്സ് ഉണ്ട്, നാം എല്ലാം ഇന്ത്യക്കാരാണെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് സാർ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കായിരുന്നു കൊളോണിയൽ റൂൾ ആൻഡ് നാഷണലിസം. മക്കളെ, കൊളോണിയൽ റൂൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണമാണ് കൊളോണിയൽ റൂൾ. ആ ഒരു റൂള് എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ ഒരു ദേശീയ വികാരം ഉണ്ടാക്കിയതെന്ന് പറയുന്നു. അപ്പം നമുക്കറിയാം, ഏകദേശം 2 നൂറ്റാണ്ടോളം കാലം ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ് അല്ലേ. അവരുടെ ഭരണത്തിന്റെ കീഴിൽ
പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ നമ്മൾ സാധാരണക്കാരായ ഇന്ത്യക്കാർ നേരിടുകയുണ്ടായി. അതിൽ നിന്നെതിരെല്ലാം നമ്മൾ കുറെ സമരങ്ങളൊക്കെ നടത്തി, കലാപങ്ങൾ നടത്തി, വിപ്ലവം നടത്തി. പക്ഷെ ആദ്യമൊക്കെ ആ സമരങ്ങളെല്ലാം തന്നെ പരാജയമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ ഒരു ദേശീയ വികാരം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് സാറ് പറയുന്നു. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചോണം. നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 84 കിടപ്പുണ്ട്. കൊളോണിയൽ റൂൾ ആൻഡ് നാഷണലിസം അഥവാ കോളനി ഭരണവും ദേശീയതയും. അവിടെ ഇന്ത്യക്കാരെ കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ വേണ്ടി, ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങുവാൻ വേണ്ടി ബ്രിട്ടീഷുകാര് 3 സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. അതിന് 3 നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരായ 3 വ്യക്തികൾ ഇന്ത്യക്കാരെ കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ വേണ്ടി 3 സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിട്ടേ എക്സാമിനേഷന് പോകാവൂ. പേജ് നമ്പർ 84 നോക്കിയാൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഒന്നാമത്തെ സ്ഥാപനം ഏതാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. അത് ഫൗണ്ട് ചെയ്ത അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ഫൗണ്ടറിന്റെ പേരാണ് വില്യം ജോൺസ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? വില്യം ജോൺസ്. സാർ ഒന്നുകൂടി പറയുന്നു, പുസ്തകം എടുത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വെക്കുക. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് കൽക്കട്ട മദ്രസ. എന്താണ്? കൽക്കട്ട മദ്രസ. അത് ഫൗണ്ടറായ, അത് ഉണ്ടാക്കിയ ആളിന്റെ പേരാണ് വാരൻ ഹേസ്റ്റിങ്സ്. ആരാണ്? വാരൻ ഹേസ്റ്റിങ്സ്. അത് നോക്കിയിട്ടേ പോകാവൂ. മൂന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് ബനാറസ് സാൻസ്കൃത് കോളേജ്. ഏത് കോളേജാണ്? ബനാറസ് സാൻസ്കൃത് കോളേജ്. അത് ഉണ്ടാക്കിയ ആളിന്റെ പേരാണ് ജോനാഥൻ ഡങ്കൻ. ആ ഒരു കോളം നിങ്ങൾ എക്സാമിന് മുന്നായിട്ട് ഒന്ന് നോക്കിയിട്ട് പോവുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ഇപ്പുറത്തെ പേജിലേക്ക് പോയാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും, ആ ഒരു 3 സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രം ബ്രിട്ടീഷുകാർക്ക് അവരുടെ അടിത്തറ ഇന്ത്യയിൽ കെട്ടിപ്പടുത്തുവാൻ സാധിക്കുന്നില്ല. സോ തൽഫലമായിട്ട് അവർ പുതിയ ഒരു ഐഡിയ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരുന്നത്. ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു തന്ത്രമായിരുന്നു എന്ത്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കുക. അങ്ങനെ ഇവിടെ പറയുന്നുണ്ട് 1835 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതോടുകൂടി കുറെ ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഇംഗ്ലീഷൊക്കെ പഠിക്കുകയും അവർക്ക് കുറച്ചുകൂടി ബുദ്ധി കൂടുകയും കാര്യങ്ങൾ കുറച്ചുകൂടി യുക്തിപരമായി ചിന്തിക്കുകയും ചെയ്തു. തൽഫലമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ ആ ഇന്ത്യക്കാർ എന്ത് ചെയ്തു? പഠിച്ച അറിവൊക്കെ വെച്ച് എല്ലാവരും കൂടി ഒരു ഒരുമയോട് കൂടി നിന്ന്, ഐക്യത്തോടു കൂടി നിന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യുകയാണ്? ചെറിയ സമരങ്ങളൊക്കെ നടത്തി ഒരു ഐക്യം, ഒരു ഏകത അങ്ങനെ ആർക്കിടയിൽ വരുന്നുണ്ട്? ഇന്ത്യക്കാർക്കിടയിൽ വരുന്നുണ്ട്. അതിന്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാനത് ക്ലാരിറ്റി വരുത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു ദേശീയത എന്ന വികാരം ഉണ്ടാക്കുവാൻ വേണ്ടി കൊളോണിയൽ റൂൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇന്ത്യക്കാരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ സാരാംശം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കാര്യം വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ റിഫോംസ് ആൻഡ് നാഷണലിസം. മക്കളെ, സോഷ്യൽ റിഫോംസ് എന്ന് വെച്ചാൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ നേതാക്കളും എങ്ങനെയാണ് ദേശീയതയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങളെ എത്തിച്ചത്? അപ്പൊ നമുക്ക് എല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പണ്ട് കാലത്ത് അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു. ഇന്ത്യയിലില്ലാത്ത ഒരു അന്ധവിശ്വാസം ഇല്ലായിരുന്നു, ഒരു അനാചാരവും ഇല്ലായിരുന്നു. അറിയാമല്ലോ, അതെല്ലാം നിങ്ങൾക്ക്. അതിനെതിരെയൊക്കെ കുറെ നേതാക്കൾ, അറിവ് നേടിയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്ത് ചെയ്തു? സമരം നടത്തി, ശബ്ദമുയർത്തി. അങ്ങനെ ആ നേതാക്കളുടെ ശ്രമഫലമായിട്ട് ഇന്ത്യക്കാർക്കിടയിൽ എന്ത് വരുന്നുണ്ട്? ഒരു ദേശീയ വികാരം അഥവാ ഒരു യൂണിറ്റി അഥവാ ഐക്യം, നാം എല്ലാവരും ഒന്നാണെന്നൊരു ഫീലിങ്സ് വരുന്നുണ്ട്. പേജ് നമ്പർ ടെക്സ്റ്റിൽ നിങ്ങൾ 86 കിടപ്പുണ്ട്. സോഷ്യൽ റിഫോംസ് നോക്കിയാൽ കാണാം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അവിടെ ആദ്യം തന്നെ 2 പോയിന്റ് പറയുന്നുണ്ട്. ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് ടു ഇറാഡിക്കേറ്റ് evils and superstitions that existed in India in the Indian society. ആ കാലഘട്ടത്തിൽ
ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ തിന്മകൾക്കും അന്ധവിശ്വാസങ്ങളും എന്ത് ചെയ്യുക, തുടച്ചു നീക്കുക, ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ പ്രസ്ഥാനങ്ങളിലെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമതായിട്ട് പറയുന്നുണ്ട് ടു എൻഷുവർ ഈക്വൽ സിവിൽ റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ, ട്രാവൽ ആൻഡ് എന്താണ് ഡ്രസ് കോഡ്. എല്ലാവർക്കും നല്ല ഡ്രസ്സ്, മാന്യമായി വസ്ത്രം ധരിക്കാൻ പറ്റണം, എഡ്യൂക്കേഷൻ കിട്ടണം, പൗരാവകാശങ്ങൾ കിട്ടണം. അങ്ങനെ ഈ 2 ലക്ഷ്യങ്ങൾ ആ സംഘടനയ്ക്കുണ്ടായിരുന്നു. അത് താഴോട്ട് വരുമ്പോൾ അവർ കുറേ ആശയങ്ങൾ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ജസ്റ്റിൻ സാർ അതോട് പറഞ്ഞൊക്കെ നോക്കിയോ. ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യ എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയുടെ ഒരു കുംഭാരമായിരുന്നു. ആ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ പറയുന്നുണ്ട്. പ്രൊട്ടക്ട് റൈറ്റ്സ് ഓഫ് ആൾ, എല്ലാവരുടെ അവകാശങ്ങൾ സേവ് ചെയ്യാൻ പറയുന്നുണ്ട്. എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകൾക്കെതിരെ ഒരുപാട് വിവേചനങ്ങൾ ഉണ്ടായിരുന്നു, അവ ഇല്ലാണ്ടാക്കാൻ പറയുന്നുണ്ട്. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ പറയുന്നുണ്ട്. പ്രൊമോട്ട് വിഡോ റീമാരേജ്, വിധവകൾക്ക് പുനർവിവാഹം നൽകുവാൻ പറയുന്നുണ്ട്. അബോളിഷ് ചൈൽഡ് മാരേജ് ആൻഡ് എലിമിനേറ്റ് ദ സുപ്രീമസി ഓഫ് ദ ക്ലർജി. ക്ലർജി എന്ന് വെച്ചാൽ പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരുടെ മേധാവിത്വം ഇല്ലാണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ആശയങ്ങൾ, സമൂഹത്തിന് നന്മയുള്ള കുറേ ആശയങ്ങൾ ആര് മുന്നോട്ട് വെക്കുന്നുണ്ട്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. തൽഫലമായിട്ട് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ വികാരം വരുന്നുണ്ട്. അവിടെ നമ്മൾ എടുത്തു പറയേണ്ട, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് രാജാ റാം മോഹൻ റോയ്. ആരാണ്? രാജാ റാം മോഹൻ റോയ്. അദ്ദേഹം ബ്രഹ്മസമാജം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിളിക്കുന്ന പേര് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് പ്രിയങ്കരനായിരുന്ന രാജാ റാം മോഹൻ റോയ്. ഇപ്പൊ ഇന്ത്യയിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, സതി പോലെയുള്ള അനാചാരങ്ങൾക്കെതിരെ ആദ്യമായിട്ട് ശബ്ദമുയർത്തിയ വ്യക്തിയായിരുന്നു ആര്? രാജാ റാം മോഹൻ റോയ്. അത് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. തൊട്ടടുത്ത പേജിൽ 87ാമത്തെ പേജിൽ കുറെ നേതാക്കളുടെ പേരുകൾ പറയുന്നുണ്ട്, അവരുടെ സംഘടനയും പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണുവാൻ സാധിക്കും അല്ലെ? നോക്കിയാൽ മതി, ഇതാണ്ട് പേജിൽ കിടപ്പുണ്ടല്ലോ. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണുവാൻ സാധിക്കും. ജസ്റ്റ് ആ പേരൊക്കെ സാർ ഒന്ന് വായിക്കാം. ഫസ്റ്റ് വൺ ആര്യ സമാജാണ്, റിഫോർമേഴ്സ്. അതിന്റെ നേതാവിന്റെ പേര് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സെക്കൻഡ് വൺ ആണ് രാമകൃഷ്ണ മിഷൻ ആണ്, സ്വാമി വിവേകാനന്ദന്റെയാണ്. ആലിഗർ മൂവ്മെന്റ് പറയുന്നുണ്ട്, സർ സയ്യിദ് അഹമ്മദ് ഖാന്റെയാണ്. ദെൻ പ്രാർത്ഥന സമാജം പറയുന്നുണ്ട്, അത് ആത്മാറാം പണ്ഡുരാങ്കിന്റെയാണ്. ദെൻ തിയോസഫിക്കൽ സൊസൈറ്റി പറയുന്നുണ്ട്, അത് ആനി ബെസന്റിന്റെയാണ്. ഹിതകാരണി സമാജ് പറയുന്നുണ്ട്, അത് വീരസലിംഗത്തിന്റെയാണ്. സത്യ ശോധക് സമാജ് പറയുന്നുണ്ട്, അത് ജ്യോതിബ ഫുലെയുടെയാണ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് പറയുന്നുണ്ട്, അത് EV രാമസ്വാമി നായ്ക്കറിന്റെയാണ്. ദെൻ ശ്രീനാരായണ ഗുരുവിന്റെ ആണല്ലോ ഇത് SNDP അറിയാമല്ലോ. അങ്ങനെ കുറെ സംഘടനകളും അവയുടെ നേതാക്കന്മാരെ കുറിച്ചും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയിട്ട് എക്സാമിനേഷൻ പോകാവും. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ ഇവരുടെ ഐഡിയോളജീസ് എല്ലാം, ആശയങ്ങളെല്ലാം നമുക്ക് നോക്കിയാൽ ഒരു സിമിലാരിറ്റി, ഒരു സാമ്യത കാണുവാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുകൂടി ഒന്ന് നോക്കിയിട്ട് പോവുക. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു പ്രസ് ആൻഡ് നാഷണലിസം ആണ്. പ്രസ് എന്ന് വെച്ചാൽ പത്രമാണ്. പത്രങ്ങൾ ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ പോലും നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ അറിയുന്നത്. ഈ സോഷ്യൽ മീഡിയയൊക്കെ വരുന്നതിന് മുമ്പ് കുറെ കൂടി പ്രാധാന്യം പത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ മറ്റ് ന്യൂസുകളൊക്കെ നടക്കുന്ന എന്ത് ചെയ്യുന്നു, തലേന്നത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്താണ്, അടുത്ത ദിവസത്തെ പത്രം വായിക്കുമ്പോഴല്ല. അതുപോലെ നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്തും ഇന്ത്യക്കാർക്കിടയിൽ ചില ന്യൂസ് പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ന്യൂസ് പേപ്പറുകൾ വായിക്കുമ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ദേശീയത അഥവാ ഒരു ഐക്യം എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് പേജ് നമ്പർ 89 പറയുന്നുണ്ട്. ന്യൂസ് പേപ്പേഴ്സ് ഒരു ചോദ്യമുണ്ട്, വാട്ട് ഡിഡ് ദ ന്യൂസ് പേപ്പർ ഡു ഡ്യൂറിംഗ് ഫ്രീഡം മൂവ്മെന്റ്? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വേണ്ടി പത്രങ്ങൾ എന്താണ് ചെയ്തത്? കണ്ടൽ ഫസ്റ്റ് പോയിന്റ് നോക്കുകയും, ഡിസമിനേറ്റഡ് ഇൻഫർമേഷൻ ഓൺ മാസക്രൈസ്, ഒപ്രഷൻ ആൻഡ് റിപ്രസീവ് റൂൾ ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്ത് അടിച്ചമർത്തലുകളുണ്ട്, മർദ്ദക ഭരണങ്ങളുണ്ട്, കൂട്ടക്കൊലയുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം തന്നെ ആൾക്കാർ അന്ന് അറിഞ്ഞിരുന്നത് പത്രങ്ങളിലൂടെയായിരുന്നു. ഞാൻ പറയുന്നുണ്ട് പോപ്പുലറൈസ്ഡ് റിഫോർമേറ്റീവ് മൂവ്മെന്റ്സ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ഒരുപാട് സംഘടനയുണ്ട്. അവയെക്കുറിച്ചെല്ലാം ജനങ്ങൾ അറിയുന്നത് പത്രങ്ങളിലൂടെയാണ്. പിന്നെ പറയുന്നുണ്ട് മോട്ടിവേറ്റഡ് ദ പീപ്പിൾ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് ഈവിൾസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയും സാമൂഹിക പരിഷ്കരണ, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയും സമൂഹത്തിലെ തിന്മകൾക്കെതിരെയൊക്കെ പോരാടുന്ന കുറെ നേതാക്കന്മാരൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് പോലും പത്രങ്ങളിലൂടെയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ മക്കളെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അവയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്
നോക്കിയിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, സാറ് പറഞ്ഞായിരുന്നു എഡ്യൂക്കേഷൻ ആൻഡ് നാഷണലിസം. ആ പാഠത്തിൽ നിന്നും എക്സാമിനേഷന് ദേശീയത എന്ന വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വിദ്യാഭ്യാസമാണ്. എക്സാമിനേഷന് ചോദിക്കുന്ന ഏറ്റവും സാധ്യതയുള്ള ചോദ്യം അത് തന്നെയാണ്. എങ്ങനെയാണ് വിദ്യാഭ്യാസം ദേശീയത അഥവാ നാഷണലിസം എന്ന് പറയുന്ന ഫീലിങ്സ് ഉണ്ടാക്കിയത്? ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ആ കാലഘട്ടത്തിലെ കുറെ നേതാക്കൾ മനസ്സിലാക്കുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ മതി ഇന്ത്യക്കാർക്ക് ദേശീയ വികാരം ഉണ്ടാകുമെന്നവർ തിരിച്ചറിയുന്നുണ്ട്. തൽഫലമായിട്ട് കുറെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് സാർ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പേജ് നമ്പർ 91 കിടപ്പുണ്ട്, 91 കിടപ്പുണ്ട്. ദ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1884 അത് ഫൗണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ബൈ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജി അഗാർക്കർ, ബാൽ ഗംഗാധര തിലക് ആൻഡ് മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവർ കൂടി ചേർന്നിട്ടാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെയിലാണ് ഉണ്ടാക്കിയത്. എന്താണെന്ന് ചോദിച്ചാൽ 1884. തൊട്ടടുത്ത പേജിൽ പറയുന്നുണ്ട് DK കാർവെ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി മഹാരാഷ്ട്രയിൽ 1916 ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട്. താഴെ പറയുന്നുണ്ട് വിശ്വഭാരതി സ്ഥാപിച്ച ആളുടെ കാര്യം പറയുന്നുണ്ട്. വിശ്വഭാരതി എന്ന് പറയുന്ന പ്രിയങ്കരനായിരുന്നു നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെയാണ് വിശ്വഭാരതി. അദ്ദേഹം എന്ത് ചെയ്തു, യൂണിവേഴ്സലായ ഒരു ബ്രദർഹുഡ്, അതായത് ആഗോള സഹോദര്യം നിലനിർത്തുവാൻ വേണ്ടി ബംഗാളിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കി. അതിന്റെ പേരാണ് വിശ്വഭാരതി. പറയുന്നുണ്ട് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമര കാലത്ത് ആക്റ്റീവായി നിൽക്കുന്ന കാലത്ത് ഒരു സംഘടന ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പേരാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. കേട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ജാമിയ മില്ലിയ ഇസ്ലാമിയ. അതിന്റെ നേതാക്കളായിരുന്നു മഹാത്മാഗാന്ധി, ടീം ലെഡ് ബൈ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സാക്കിർ ഹുസൈൻ ആൻഡ് MA അൻസാരി. എല്ലാവരും കൂടിയാണ് എന്തുണ്ടാക്കുന്നത്, ജാമിയ മില്ലിയ ഇസ്ലാമിയ ഉണ്ടാക്കുന്നത്. തൊട്ടടുത്തേക്ക് വീണ്ടും താഴേക്ക് വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ പ്രിയങ്കരനായിരുന്ന മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ ഉണ്ടാക്കിയതാണ് എന്ത്, കേരള കലാമണ്ഡലം. തൃശ്ശൂരാണ്, അതറിയാമെന്ന് വിചാരിക്കുന്നു. അതും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ സെപ്പറേറ്റ് ആയിട്ടും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന പ്രിയങ്കരൻ നമ്മുടെ ഗാന്ധിജി ഒരു വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ. അത് ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണേൽ പഠിക്കാം. സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വാർധ പ്ലാൻ അഥവാ വാർധ വിദ്യാഭ്യാസ പദ്ധതി. ആരാ കൊണ്ടുവന്നത്? പ്രിയങ്കരനായ നമ്മുടെ മഹാത്മാഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ പ്ലാൻ. 1937 അത് കൊണ്ടുവരുന്നത്. ആ വാർധ എഡ്യൂക്കേഷൻ പ്ലാനിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിനോടൊപ്പം എന്ന് കൊടുക്കുക, വൊക്കേഷണലായ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം കൂടി കൊടുക്കുക. അതായത് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ജോലികളൊക്കെ എന്ത് ചെയ്യുക, പഠിപ്പിക്കണമെന്നുള്ളതായിരുന്നു ആ പ്ലാനിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ഗാന്ധിജിയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ അത് കൊണ്ടുവരുന്നത്. 1937 എന്ത് മഹാത്മാഗാന്ധിജി ഇന്ത്യയിൽ വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ കൊണ്ടുവരുന്നത്. ഓക്കെ അല്ലേ? പറഞ്ഞായിരുന്നു ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം. മകളെ, ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ സാഹിത്യമാണ്, കൃതികളാണ്, ബുക്കുകളാണ്, നോവലുകളൊക്കെയാണ്. ഈ എഴുത്തുകാരന്മാരും അവരുടെ കൃതികളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ദേശീയത ഇന്ത്യക്കാർക്കിടയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബുക്കുകളിലൂടെയൊക്കെ അവരെന്ത് ചെയ്യും, എഴുതി ജനങ്ങളിലേക്ക് എത്തിക്കും. അത് വായിക്കുന്ന സമയത്ത് ഇന്ത്യക്കാർക്ക് എന്ത് മനസ്സിലാകും, ഇന്ത്യയുടെ ആ സമയത്തെ പ്രസന്റിലുള്ള കണ്ടീഷൻ എന്താണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുകയും തൽഫലമായിട്ട് ഇന്ത്യക്കാർക്കിടയിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ദേശീയ വികാരം ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില പേരുകൾ സാർ ഒന്നുകൂടി പറയുന്നു. ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം, പേജ് നമ്പർ 93, 94 ഒക്കെ നോക്കാം. അവിടെ പറയുന്ന കുറെ പേര് പറയുന്നുണ്ട്. ലിറ്ററേച്ചർ പറയുമ്പോൾ ചില പേരുകൾ അവിടെ പറയുന്നുണ്ട്. നമ്മുടെ ഭാരത് മാതാ എന്നൊരു കോൺസെപ്റ്റ്, ഭാരത് മാതാ കി ജയ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ പ്രിയങ്കരനായ രണ്ട് എഴുത്തുകാരാണ്. ഒന്നാമത്തെ ആളുടെ പേര് ശിശിർ കുമാർ ഘോഷാണ്, രണ്ടാമത്തത് സത്യേന്ദ്രനാഥ ടാഗോറാണ്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അതിലേക്ക് വരുമ്പോൾ താഴെ നമ്മുടെ നീൽ ദർപ്പൻ എന്നൊരു നാടകത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അത് എഴുതിയത് ബംഗാളി റൈറ്ററായ ദീനബന്ധു മിത്രയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം.
പിന്നെ അതിൽ താഴേക്ക് വരുമ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ട്, ഉറുദു പോയിട്ട് അല്ലാമ ഉല്ലാമ ഇക്ബാലിൻ്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത് 95-ാമത്തെ പേജിൽ കിടപ്പുണ്ട്. നമ്മുടെ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരെല്ലാമാണ്, ആ എഴുത്തുകാരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമാണെന്ന് പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോളം ഒന്ന് നോക്കി അറിയാൻ പറ്റും. പേജ് നമ്പർ 95 ആണ്. ജസ്റ്റ് നോക്കി സാർ പറയാം. വർക്ക്സ് പറഞ്ഞ നമ്മുടെ ഘോര ഗീതാഞ്ജലി എഴുതിയതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അത് ഏത് ഭാഷയാണെന്ന് വെച്ചാൽ ബംഗാളി ഭാഷയിലാണ് എഴുതിയത്. പിന്നെ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാനൊക്കെ എഴുതിയ ആളുടെ പേര് പ്രേംചന്ദ് ആണ്. ഹിന്ദി ലാംഗ്വേജ് ആണ്. പിന്നെ പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ടു, കുയിൽ പാട്ടു എന്നൊക്കെ പറയുന്ന എഴുതിയത് സുബ്രഹ്മണ്യൻ ഭാരതിയാണ്. തമിഴ് ഭാഷയിലാണ് എഴുതിയത്. ഹയാത്ത് ജാവേദ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് എഴുതിയത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. അത് ഉറുദു ഭാഷയിലാണ് എഴുതിയത്. പിന്നെ നിബന്ധന മാലയുണ്ട്, പ്രിയങ്കരനായ നമ്മുടെ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് എഴുതിയത്, മറാത്തി ഭാഷയിലാണ്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ തുടങ്ങിയതൊക്കെ എഴുതിയത് പ്രിയങ്കര നമ്മുടെ മലയാളിയായ വള്ളത്തോൾ നാരായണ മേനോൻ. അങ്ങനെ ഇതൊക്കെ സാർ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനേഷന് മുന്നേ എന്ത് ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പോകാവും. റൈറ്റേഴ്സിന്റെ പേര്, അവരുടെ വർക്കുകൾ ഏതെല്ലാമാണ്, ആ ലാംഗ്വേജ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, എക്സാമിനേഷന് പോവുക. ഓൾറെഡി സാർ പറഞ്ഞു ജസ്റ്റ് ഒരു റിവിഷൻ പോലെയാണ് സാർ പറയുന്നത്. അപ്പം നമ്മൾ അത്രത്തോളം ഡീപ്പായിട്ട് പോകത്തില്ല. നിങ്ങൾ ടെക്സ്റ്റ് നോക്കി എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ആ പഠിക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ട് എന്തെങ്കിലും എന്നോട് ചോദിക്കുക. ഉറപ്പായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ 24 hours നമ്മുടെ ടീം അവിടെ ഉണ്ടാവും, നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു ആർട്ട് ആൻഡ് നാഷണൽസ്. നമ്മൾ ആർട്ട് എന്ന് വെച്ചാൽ കലയാണ്. അത് എക്സാമിനേഷൻ ഇതുവരെ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. ആർട്ട് കലയാണ്. കല ചിത്രം വരപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചിത്രം വരയും ആ ചിത്രകലകളൊക്കെ എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ എന്തുണ്ടാക്കിയത്, ഒരു ദേശീയ ഫീലിങ്സ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അവിടെ ചില ചെറിയ പേരുകളൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതുകൂടി ഒന്ന് നോക്കിയിട്ട് വേണം ഇവിടെ പോകാൻ, പരീക്ഷയ്ക്ക് പോകാൻ. ഇതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് മക്കളെ, എഡ്യൂക്കേഷൻ ആൻഡ് നാഷണലിസം ആണ്, അല്ലെങ്കിൽ പ്രസ് ആൻഡ് നാഷണലിസം ആണ്, അല്ലെങ്കിൽ എന്താണ് ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം. ഇത് മൂന്നുമാണ് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നത്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, ഓൾറെഡി സാർ പറയാൻ പറ്റുപോയി, സോഷ്യൽ റിഫോംസ് ആൻഡ് നാഷണലിസം. അങ്ങനെ ഈ 4 കാര്യങ്ങളാണ് സ്ഥിരമായിട്ട് എക്സാമിനേഷന് ചോദിക്കുന്നത്. എങ്ങനെയാണ് വിദ്യാഭ്യാസം ദേശീയത ഉണ്ടാക്കിയത്, എങ്ങനെയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാന ദേശീയത ഉണ്ടാക്കിയത്, എങ്ങനെയാണ് പത്രമാധ്യമങ്ങൾ ദേശീയത ഉണ്ടാക്കിയത്, എങ്ങനെയാണ് സാഹിത്യം ദേശീയത ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിനേഷനും 101% സാറ് പറയുന്നു. അതിൽ നിന്നും ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ 5ാമത്തെ പാഠം നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞു. ഒരു ഹിസ്റ്ററി, ഒരു സമ്മറി ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. 5ാമത്തെ പാഠത്തിൻ്റെ ഒരു സമ്മറി ഞാൻ തന്നു കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ നോക്കുക. നമുക്കിനി നേരെ 6ാമത്തെ പാഠത്തിലേക്ക് പോകാം. 6ാമത്തെ പാഠം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായി നോക്കേണ്ട പാഠമാണ് 6ാമത്തെ പാഠം. 6ാമത്തെ പാഠത്തിൻ്റെ പേരാണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. ചാപ്റ്ററിൻ്റെ പേരെന്തുവാ? സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. മക്കളെ, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് വെച്ചാൽ സമരവും സ്വാതന്ത്ര്യവും. ചാപ്റ്ററിന്റെ പേരെന്താണ്? സമരവും സ്വാതന്ത്ര്യവും. അപ്പൊ നമ്മൾ സമരം ചെയ്യുന്ന കുറേ സമരങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആ സമരങ്ങളൊക്കെ നടത്തിയതിന്റെ ഫലമായിട്ട് നമ്മൾക്ക് എന്ത് കിട്ടുവിടാ? ഫ്രീഡം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടും. ആ പേരിൽ തന്നെയുണ്ട് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, സമരവും സ്വാതന്ത്ര്യം. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരാളുടെ പേര് ആരാണ്? മഹാത്മാ ഗാന്ധിജി. അപ്പൊ ഗാന്ധിജിയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിലെ ഒരു 80% കാര്യങ്ങളും പറയുന്നത്. അപ്പൊ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മളുടെ 6ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ എൻട്രിയോട് കൂടിയാണ് നമ്മുടെ ഫ്രീഡം മൂവ്മെന്റ് കുറെ കൂടി സ്ട്രോങ് ആയത്. നിങ്ങൾക്കറിയാമല്ലോ, അതിന് മുന്നേ നമ്മൾക്കൊരു ഐക്യമായ ഒരു യുണീക്കായ ഒരു ഏകതയുള്ളൊരു ഒരു ഒരുമയുള്ളൊരു സമര രീതിയൊന്നും നമുക്കില്ലായിരുന്നു. അപ്പൊ ഗാന്ധിജി വന്നതോടുകൂടി ഇന്ത്യയിലെ ജനങ്ങളെല്ലാം എന്ത് ചെയ്തു? ഒരുമിപ്പിച്ച് നിർത്തി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി നമ്മളെ ഫ്രീഡം നേടുന്ന സംഭവങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതൊക്കെ പോട്ടെ. സോ നമുക്ക് അറിയേണ്ടത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പൊ ഗാന്ധിജിയെ എന്തുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഗാന്ധിജി പെട്ടെന്ന് ആളുകളുടെ അംഗീകാരം നേടിയെടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് നിങ്ങൾ നോക്കിക്കോ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട്
ഗാന്ധിജി കണ്ടല്ലോ മക്കളെ, ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി. അപ്പൊ നമ്മൾ ആദ്യം പറയേണ്ടത് എന്താണ്? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ്. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാ അറിയാമായിരിക്കുമല്ലോ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരത്തിന്റെ എന്തുവാ പറ കേക്കട്ടെ, കമോൺ പറഞ്ഞ പേരെന്തുവാടാ പറയടാ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരത്തിന്റെ പേരാണ് ചമ്പാരൻ സമരം. ഏത് സമരവാടാ? ചമ്പാരൻ. ഏതാണ്? ചമ്പാരൻ. അത് ബീഹാറിലാണ് സമരം നടക്കുന്നത്. 1917 ഓക്കെ അല്ലേ? അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ഫസ്റ്റ് സമരം ഏതാണ്? ചമ്പാരനാണ്, ബീഹാറിലാണ്. ബീഹാറില് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഫോർ ഇൻഡിഗോ ഫാർമേഴ്സ്, ബംഗാളിലെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമാണ് ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ആദ്യ സമരം. അപ്പൊ രണ്ടാമത്തെ സമരം ഏതാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദിൽ കോട്ടൺ മില്ല് സ്ട്രൈക്ക്, അതായത് അഹമ്മദാബാദിൽ കോട്ടൺ വർക്കേഴ്സിന് വേണ്ടി നടത്തിയ സമരമാണ്. മൂന്നാമതായിട്ട് പെസന്റ് സ്ട്രഗിളിന് എവിടെയാണ്? കേഡ. അത് രണ്ടും നടക്കുന്ന മക്കൾ 1918 ഫസ്റ്റ് സമരം ഏതാണെന്ന് ചോദിച്ചാൽ ചമ്പാരനാണ്. പിന്നെ കേദ പറയുന്നുണ്ട്, അഹമ്മദാബാദിൽ സമരമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോകാം. ഓക്കെ അല്ലേ? ദെൻ പിന്നീട് നമ്മൾ ഇപ്പുറത്ത് വരുമ്പോൾ ചോദ്യം പറയുന്നുണ്ട്. അപ്പം ഗാന്ധി നടത്തിയ ആദ്യകാല സമരങ്ങളുടെ റിസൾട്ടുകൾ എന്തെല്ലാമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ പെട്ടെന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ് ഒക്കെ മനസ്സിലാകും. അങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അതുകൂടി നോക്കിയിട്ട് വേണം പോകാൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നത് ടുവേഡ്സ് നാഷണൽ മൂവ്മെൻ്റ് ആണ്. അങ്ങനെ ഗാന്ധിജി ആദ്യകാലത്ത് ലോക്കൽ നേതാവായിരുന്ന ഗാന്ധിജി, ലോക്കൽ സമരം നടത്തിയ ഗാന്ധിജി പിന്നീട് ദേശീയ നേതാവായിട്ട് മാറുകയാണ്. അഥവാ ഇന്ത്യക്കാരുടെ മുഴുവൻ ഹീറോയായിട്ട് മാറാൻ പോവുകയാണ്. അതിന് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആ സംഭവത്തിന്റെ പേരാണ് ജാലിയൻ വാലാബാഗ്. അഥവാ അറിയാമല്ലോ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് എന്തിന് കാരണമായത്? ഗാന്ധിജി ദേശീയതയിലേക്ക് അഥവാ ദേശീയ നേതാവായിട്ട് വരുവാനിടയാക്കിയത്. ആ സംഭവങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് നടക്കുന്നത്. ബ്രിട്ടീഷ് ജനറലായിരുന്ന ഡയർ, അറിയാമല്ലോ, ആ തിണ്ടി എന്ത് ചെയ്തു? ഒരു കോട്ടയ്ക്കകത്ത് സമാധാനപരമായി സമരം ചെയ്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം, സ്ത്രീകളെ അടക്കം എന്ത് ചെയ്തു? ഒരു കാരണം കൂടാതെ വെടിവെച്ചു. ഒരുപാട് ആൾക്കാർ മരിച്ചു. അങ്ങനെ ആ സംഭവത്തിന് ശേഷമാണ് ഗാന്ധിജി ഒരു ഡയലോഗ് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്തോ പറഞ്ഞത്? ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ ഫൗണ്ടേഷൻ, അത് അടിത്തറ കൊടുത്തത് പ്ലാസി യുദ്ധമാണെങ്കിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയ സംഭവമായിരുന്നു എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് എന്ന് ഗാന്ധിജി പറയുകയുണ്ടായി. അങ്ങനെ ജാലിയൻ വാലാബാഗ് നടക്കുന്നു. തൽഫലമായിട്ട് ഗാന്ധിജി ആരായിട്ട് മാറുന്നു? ഒരു ദേശീയ നേതാവായിട്ട് ദേശീയ സമരത്തിലേക്ക് അദ്ദേഹം എൻട്രി വരികയാണ്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കണം. ഓക്കെ, പിന്നീട് ഗാന്ധിജിയുടെ സമരമാർഗങ്ങളാണ് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും എക്സാമിന് ചോദിച്ചിരിക്കും. അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരൂല. അപ്പോൾ ഗാന്ധിജിയുടെ സമരമാർഗങ്ങളെല്ലാം ഇപ്പോഴും മക്കളെ വ്യത്യസ്തമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു സമരമാർഗമായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നോൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ്സ്. മക്കളെ, നോൺ കോപ്പറേഷൻ എന്ന് വെച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഖിലാഫത്ത് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മുസ്ലിംസിനെ ദേശീയതയുടെ ഭാഗമാക്കി മാറ്റുവാൻ വേണ്ടി ഗാന്ധിജി മുൻകൈ എടുത്തതാണ് എന്ത്? ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ സമരമാർഗമായിരുന്നു എന്ത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മീൻസ് എന്താ? ഗാന്ധിജിയുടെ സമരമാർഗം മക്കളെ എപ്പോഴും അഹിംസയാണ്, അതായത് നോൺ വയലൻസ് ആണ്, സത്യാഗ്രഹയാണ്. ഗാന്ധിജി ഒന്നിനെയും എന്ത് ചെയ്യത്തില്ല, നോവിക്കില്ല. ഒരു കർണ അടിച്ചാൽ എന്ത് ചെയ്യും? മറ്റേ കർണ കാണിച്ചു കൊടുക്കുന്ന ഒരു പോളിസിയാണ് ആർക്കുണ്ടായിരുന്നത്? ഗാന്ധിജിക്ക്. അതുകൊണ്ട് തന്നെ അപ്പം അദ്ദേഹത്തിന്റെ സമര രീതികൾ കുറച്ച് എന്തായിരുന്നു? വ്യത്യസ്തമായിരുന്നു. അങ്ങനെ അദ്ദേഹം അദ്ദേഹം ആർജിച്ചെടുത്ത ഒരു സമര രീതിയാണ് എന്ത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം. എന്ന് വെച്ചാൽ ആ ബ്രിട്ടീഷുകാരുടെ എന്ത് ചെയ്യുക? സഹകരിക്കാതിരിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. പേജ് നമ്പർ 105 മക്കളെ, ഇത് മനസ്സിലാക്കേണ്ട 2 ചോദ്യമാണ്. ഇത് ഒന്ന്, ഫസ്റ്റ് കാണുന്ന കാര്യങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനത്തിനോട്, ആ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ട് ഗാന്ധിജി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഈ പോയിന്റ്സ് പറയുന്നത്. എൻ്റെ ഒബ്ജക്റ്റീവ്സോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ ചോദിച്ചാലാണ് എന്ത്? ഈ കോളം നിങ്ങൾ എഴുതേണ്ടത്. അതറിയാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ലോയേഴ്സ് ഷോൾ ബോയ്ക്കോട്ട് കോട്ട്സ്. വക്കീലന്മാർ എന്ത് ചെയ്തു? കോട്ട് ബഹിഷ്കരിച്ചു. പബ്ലിക് ഷോൾ ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്. അത് പൊതുജനങ്ങൾ എന്ത് ചെയ്തു? വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നുണ്ട്. ബോയ്ക്കോട്ട് ഇലക്ഷൻസ്, തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നുണ്ട്.
റിട്ടേണിംഗ് ദ ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസസ്, ബ്രിട്ടീഷുകാർ കൊടുത്ത സമ്മാനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഡിനൈൽ ഓഫ് ടാക്സസ് ആണ്, നികുതി കൊടുക്കുന്നില്ല. സ്റ്റുഡൻസ് ഷോൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾ, വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളൊക്കെ ബോയ്ക്കോട്ട് മീൻസ് മകളെ ബഹിഷ്കരിക്കാം. അങ്ങനെ കുറേ പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കേണ്ടത്. ഇത് ഈ റൗണ്ടിൽ കിടക്കുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇപ്പുറത്ത് കിടക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ റെസ്പോൺസ് ആണ്. ആരുടെ? ഗാന്ധിജിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനോടുള്ള ജനങ്ങളുടെ റെസ്പോൺസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൂടി എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ആ ചാപ്റ്റർ പിന്നെ പറയുന്നതാണ് പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. മക്കളെ, പൂർണ്ണ സ്വരാജ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫ്രീഡമാണ്. സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് വെച്ചാൽ നിയമ ലംഘന പ്രസ്ഥാനം. അപ്പൊ ഗാന്ധിജിയുടെ സമരത്തിന്റെ ഒരു ഫലം തന്നെയായിരുന്നു പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. പേജ് നമ്പർ 106 അത് കിടപ്പുണ്ട്, 106 കിടപ്പുണ്ട്. 1929 ലാഹോറിൽ വെച്ചിട്ട് ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചതാണ് എക്സാമിന്. ആരാണെന്ന് ചോദിച്ചാൽ പ്രിയങ്കരനായിരുന്ന നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്തത്? ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. അവിടെ വെച്ച് വളരെ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന 2 തീരുമാനം എടുക്കുന്നുണ്ട്. ഒന്നാമത്തെയാണത് പൂർണ്ണ സ്വരാജ് ആൻഡ് കംപ്ലീറ്റ് ഫ്രീഡം. അവിടെ വെച്ച് പറയുന്നുണ്ട് ഇന്ത്യയുടെ നമ്മുടെ സമരത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം? പൂർണ്ണ സ്വരാജ്, അതായത് നമ്മുടെ രാജ്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം. കൂടാതെ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളുണ്ടല്ലോ, ആ ലോസ് എല്ലാം എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. അങ്ങനെ ആ 2 തീരുമാനം എടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ പറയുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് ഗാന്ധിജിയെ കുറിച്ച് അതിൽ പറയുന്നതാണ് ക്വിറ്റ് ഇന്ത്യ, അഥവാ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുക? ഇന്ത്യ വിട്ടു പോവുക. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, ആരുടെ നേതൃത്വത്തിലാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒടുക്കലത്തെ അവസാനത്തെ ജനകീയ സമരമാണേത്? ക്വിറ്റ് ഇന്ത്യ, അഥവാ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുക? ഇന്ത്യ വിട്ടു പോവുക. 1942 അത് നടക്കുന്നത്. അതിന്റെ റീസൺസ്, ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അതിനോട് ജനങ്ങളുടെ റെസ്പോൺസും പറയുന്നുണ്ട്. പേജ് നമ്പർ 109 റീസൺസ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? അതിന്റെ ജനങ്ങളുടെ റെസ്പോൺസ് ഉണ്ട്. 109 പേജിൽ കിടപ്പുണ്ട്. ജനങ്ങളുടെ, അതായത് ഫാക്ടേഴ്സ് കോസ്ഡ്, അതായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് കാരണമായ ഫാക്ടറുകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് പോയിന്റ് ജസ്റ്റ് സാറിന് പറഞ്ഞു നോക്കിക്കോ. റിലക്റ്റൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ. റിലക്റ്റൻസ് എന്ന് വെച്ചാൽ മക്കളെ താല്പര്യക്കുറവാണ്, അവർക്ക് ഇഷ്ടമല്ല ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ്, നടപ്പിലാക്കാനാ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ അതൊരു കാരണമായിട്ട് ക്വിറ്റ് ഇന്ത്യക്ക് പറയുന്നുണ്ട്. മക്കളെ, പബ്ലിക് ഡിസ്കസ്ഡ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫെമൈൻ. ഫെമൈൻ എന്ന് വെച്ചാൽ എന്തുവാണ്? ക്ഷാമമാണ്. അപ്പൊ വില കൂടി, ജനങ്ങളിൽ അസംതൃപ്തി ഉണ്ടായി. അതെന്തിന് കാരണമാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമാണ്. ലാസ്റ്റ് പറയുന്നുണ്ട് അസംപ്ഷൻ ദാറ്റ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. ഇപ്പൊ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമാണത്. 2ാം ലോക മഹായുദ്ധമൊക്കെ അറിയാമല്ലോ, ഇങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് ബ്രിട്ടീഷുകാരെങ്ങാനും, അതായത് ബ്രിട്ടീഷുകാർ ഒന്നുകൂടി പറയാൻ വേണ്ടിയാണ്. ദ അസംപ്ഷൻ ദാറ്റ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ അഥവാ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലമാണ് കുഞ്ഞുങ്ങളെ. അത് 1939 മുതൽ 45 വരെയല്ലോടെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ കാലം. ഇത് സംഭവം 1942 ആ സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടീഷുകാരെങ്ങാനും തോറ്റുപോകുമോ എന്ന് ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. ആ ഒരു ഭയമൊക്കെ കൊണ്ടാണ് ഇവിടെ എന്തുണ്ടാകുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. തൊട്ട് താഴെ അങ്ങനെ ജനങ്ങളുടെ റെസ്പോൺസ് പറയുന്നുണ്ട്. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിനോട് ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? അതുകൂടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോകാം. അപ്പൊ അത്രയും ഭാഗങ്ങളുണ്ടല്ലോ, അത്രയും കാര്യങ്ങൾ ഗാന്ധിജിയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം ഓർക്കുമ്പോഴേ നിങ്ങൾ മനസ്സിൽ വരുന്ന ഫസ്റ്റ് പേര് ആരാണ്? ഗാന്ധിജിയാണ്. അദ്ദേഹത്തിന്റെ സമരങ്ങള്, സമര രീതികള്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ആരുടെ ഉണ്ട്? ഗാന്ധിജിയുടെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ദെൻ അടുത്ത ഹെഡിങ് ആണ് മക്കളെ എന്ത്? ഓൾട്ടർനേറ്റീവ് പാർട്സ്. അതായത് ഗാന്ധിജിയോട് ആശയപരമായിട്ട് എങ്ങനെയാണ്? ആശയപരമായിട്ട്
വിയോജിപ്പുള്ള കുറെ ആളുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു, അഥവാ INC-ക്കകത്തുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും കൂടി ഗാന്ധിജിയുടെ ആശയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് വേറെ കുറെ രീതികൾ കൊണ്ടുവരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറെ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. ദാണ്ടെ പേജ് നമ്പർ 110 CR ദാസ്, മോത്തിലാൽ നെഹ്റു ഒപ്പോസ്ഡ് ഗാന്ധിയൻ ഐഡിയ ഓഫ് എന്താണ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്. ഗാന്ധിജി എല്ലാത്തിനോടും കുഞ്ഞുങ്ങളെ അങ്ങ് ബഹിഷ്കരണമാണ്, സത്യാഗ്രഹമാണ്, അഹിംസയാണ്. ഇവയൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ലയോ? ചില ആൾക്കാർ പറയുന്നത് അടിച്ചാൽ തിരിച്ചടിക്കണമെന്നാണ്. ഗാന്ധിജി പറയുന്നത് എന്തുവാ? അടിച്ചാൽ എന്ത് ചെയ്യുക? അടികൊള്ളുക, മിണ്ടാതെ വരിക. ഓക്കെ, തൽഫലമായിട്ട് അങ്ങനെ സ്വരാജ് പാർട്ടി ഉണ്ടാക്കുന്നുണ്ട്. അത് 1923 പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഭഗത് സിംഗിന്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ കുറെ നേതാക്കളുടെ കാര്യം പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് എന്ത് ചെയ്യണം? നോക്കിക്കോണം. ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് അഭിനവ് ഭാരത് സൊസൈറ്റി ഉണ്ട്, VD സവർക്കറിന്റെയാണ്. പിന്നെ അനുശീലൻ സമിതിയുണ്ട്, ബരീന്ദർ കുമാർ ഘോഷ്, പുലിം ബിഹാരി ദാസ്, ഗദ്ദാർ പാർട്ടിയുണ്ട്, ലാല ഹർദയാൽ ഉണ്ട്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ഉണ്ട്, സൂര്യസേന. അങ്ങനെ കുറെ കാര്യങ്ങൾ, അതായത് ഗാന്ധിജിയോട് ആശയപരമായിട്ട് വിയോജിപ്പുള്ള കുറെ നേതാക്കളുടെ പേരുണ്ട്. ആ നേതാക്കൾ ഫോം ചെയ്ത സംഘടനയുണ്ട്. അതാണ് ഓൾട്ടർനേറ്റീവ് പാർട്സിൽ നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? ഗാന്ധിജിയോട് ആശയപരമായിട്ട് വിയോജിപ്പുള്ള ആളുകൾ എന്ത് ചെയ്തു? സ്വന്തമായിട്ട് അവരുടെ ആശയങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് കുറെ സംഘടന ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഓൾട്ടർനേറ്റീവ് പാർട്സ്. അവിടെ കുറെ പേരുകളുണ്ട്, സംഘടനയുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ അല്ലേ? ദെൻ അടുത്ത പേരിലേക്ക് നമ്മൾ പോയാൽ, അതുപോലെ വർക്കേഴ്സ്, മൂവ്മെന്റ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് പെസൻസ്, നമ്മുടെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ എന്തുണ്ടാവുന്നുണ്ട്? ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. അവരും സംഘടിച്ച് വലിയ സംഘടനയായിട്ട് മാറുന്നുണ്ട്. അതിനെക്കുറിച്ച് AITUCയുടെ കാര്യം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ AITUC ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. 1920 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. അതിന് ചില ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. പിന്നെ അവരുടെ ഡിമാൻഡ്സ് പറയുന്നുണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക? നോക്കിയിട്ട് പോകാം. പിന്നെ അടുത്ത പേജിലേക്ക് നമ്മൾ പോയാൽ, നമ്മൾ ഇൻഡിപെൻഡൻസിലേക്ക്, ടുവേഡ്സ് ഇൻഡിപെൻഡൻസ്, നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് പോവുകയാണ്. അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അവിടെ 1-2 പേരുകളൊക്കെ പറയുന്നുണ്ട്. നമ്മളുടെ കുറെ മൗണ്ട് ബാറ്റൻ പ്ലാൻ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ കാലത്ത് ഇന്ത്യയുടെ നമ്മുടെ പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു, ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ ഒരു പ്രപ്പോസലൊക്കെ വെക്കുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് പറയാം. അത് അപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും 2 രാജ്യമായിട്ട് നമ്മൾ മാറാൻ പോവുകയാണ്. തൽഫലമായിട്ട് മൗണ്ട് ബാറ്റൺ എന്ത് ചെയ്തു? ഒരു പ്ലാൻ അവിടെ വെക്കുന്നുണ്ട്. ആ പ്ലാൻ പ്രകാരം നമ്മൾ ഫ്രീഡം കിട്ടി, നമ്മൾ അങ്ങനെ ഫ്രീ ആയിട്ട് മാറുകയാണ്. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 നമ്മൾ എന്ത് കിട്ടൂടാ? നമ്മൾ അങ്ങനെ ഇന്ത്യ സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ മൗണ്ട് ബാറ്റൺ പ്ലാൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 114ാമത്തെ പ്ലാനിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് പോയിന്റ്, ടു ഫോം എ സെപ്പറേറ്റ് കൺട്രി ഇൻ മുസ്ലിം മെജോറിറ്റി ഏരിയ ആസ് പെർ ദ മുസ്ലിംസ് വിഷ്. കേട്ടോ, മുസ്ലിങ്ങൾക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? അവർക്ക് ഒരു നല്ല കുറച്ച് സ്ഥലം സ്വന്തമായിട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ പാകിസ്ഥാനൊക്കെ ഉണ്ടാകുന്നത്. ടു ഡിവൈഡ് പഞ്ചാബ് ആൻഡ് ബംഗാൾ എന്ന് പറയുന്നുണ്ട്. പഞ്ചാബിനെ പിന്നെ എന്ത് ചെയ്യുക? ബംഗാളിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ടു കണ്ടക്ട് എ റെഫറൻഡം to determine whether to add a northwest frontier province to Pakistan or not. അതായത് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പാകിസ്ഥാന് കൊടുക്കണം വേണ്ടി പറയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ റെഫറൻഡം എന്ന് വെച്ചാൽ ജനപരിശോധനയാണ്. അപ്പം അങ്ങനെ അതൊക്കെ നടത്താൻ പറയുന്നുണ്ട്. അപ്പോൾ അത് മൗണ്ട് ബാറ്റൺ പ്ലാനിലെ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? അതൊക്കെ പഠിക്കണം. ഒരു പോയിന്റ് കൂടി ഉണ്ട്. ടു അപ്പോയിന്റ് എ കമ്മീഷൻ ടു ഡിറ്റർമൈൻ ദ ബോർഡേഴ്സ് ഇൻ പഞ്ചാബ് ആൻഡ് ബംഗാൾ. പഞ്ചാബിലെയും ബംഗാളിലെയും ബോർഡർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി, തീരുമാനിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു കമ്മീഷനെ വെക്കാനൊക്കെ മൗണ്ട് ബാറ്റൺ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൗണ്ട് ബാറ്റൺ പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എവിടെ പോകാവൂ? എക്സാമിനേഷന് പോകാവൂ. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ മക്കളെ അന്നേരം അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് 7ാമത്തെ ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് 7ാമത്തെ പാഠം. 7ാമത്തെ പാഠത്തിൻ്റെ പേര് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നാണ് മക്കളെ. സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യ എന്നാണ് മലയാളം. അപ്പം നമ്മൾ 6ാമത്തെ പാഠത്തിന്റെ പേര് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം ആയിരുന്നു. നമ്മൾ സ്ട്രഗിൾ നടത്തി നമുക്ക് ഫ്രീഡം കിട്ടി. അപ്പൊ 7ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞിട്ട് ആഫ്റ്റർ 1947, അതായത് 1947 ശേഷം ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ഉണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത്. ഏത് മേഖലയിലാണ്? 47 ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പല മേഖലകളിൽ ഉണ്ടായ മാറ്റങ്ങൾ പറയുന്നു. അപ്പൊ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഹെഡിങ്ങൾ സാറെന്ന് പറയുകയാണ്. ആദ്യം തന്നെ നിങ്ങളെ ചാപ്റ്ററിന്റെ പേര് അറിയാമല്ലോ, ഇന്ത്യ ആഫ്റ്റർ എന്താണ്? ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞ ശേഷം ഉള്ള ഇന്ത്യയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെയാണ്
ഫ്ലോ ഓഫ് എന്താണ് മക്കളെ? റെഫ്യൂജീസ്. റെഫ്യൂജി എന്ന് വെച്ചാൽ ആരാടാ? അഭയാർത്ഥികൾ. ഫ്ലോ എന്താണ്? ഒഴുക്കാണ്. അല്ല, ഒന്നാമത്തെ കോൺസെപ്റ്റ് ഇപ്പം എന്താണ്? ഫ്ലോ ഓഫ് എന്താണ്? റെഫ്യൂജി അഥവാ അഭയാർത്ഥി പ്രവാഹമാണ്. രണ്ടാമത് പറയുന്നുണ്ട് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. മക്കളെ, ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ സംയോജിപ്പിക്കുക എന്നുള്ളതാണ്. പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ നാട്ടുരാജ്യങ്ങളാണ്. അപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ് രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. മൂന്നാമത്തിലേക്ക് പോയാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനയും പബ്ലിക് ഇലക്ഷനും ഇവിടെ നടക്കുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് പറയുന്നുണ്ട്, അഥവാ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ നമ്മൾ വീണ്ടും പുനഃസംഘടിപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് പ്രോഗ്രസ് ഇൻ ഇക്കണോമിക് സെക്ടർ ഉണ്ട്, സാമ്പത്തിക മേഖലയിലെ പ്രോഗ്രസ് അഥവാ പുരോഗതി പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്, അഥവാ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ നേട്ടങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് സ്പേസ് റിസർച്ച് ഇൻ ഇന്ത്യയാണ്, ഇന്ത്യയിൽ സ്പേസ് റിസർച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസം പറയുന്നുണ്ട്. ഇന്ത്യ ഫ്രീ ആയതിനു ശേഷമുള്ള വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് കൾച്ചറൽ അച്ചീവ്മെന്റ്സ് അഥവാ സാംസ്കാരിക നേട്ടങ്ങൾ പറയുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഫോറിൻ പോളിസി. അങ്ങനെ 10 ടോപ്പിക്സ് ആണ് മക്കളെ ആ ചാപ്റ്ററിൽ ഉള്ളത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റുന്ന 10 ടോപ്പിക്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുവാൻ സാധിക്കും. അപ്പോൾ ഈ 10 ഹെഡിങ് ആണ് മെയിനായിട്ട് ആ ചാപ്റ്ററിൽ വരുന്നത്. എക്സാമിനേഷൻ ഇപ്പോഴത്തേക്ക് മാത്രമല്ല, നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷനും ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഒന്നാമത്തെ സംഭവം എന്തുവായിരുന്നു? ഫ്ലോ ഓഫ് എന്താണ്? റെഫ്യൂജി അല്ലേ, അഥവാ അഭയാർത്ഥികളുടെ പ്രവാഹമാണ്. നമുക്കറിയാം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ രണ്ടായിട്ട് മാറുന്നു. ഒരു വശത്ത് സന്തോഷമാണെങ്കിൽ ഒരു വശത്ത് ഭയങ്കര ദുഃഖമല്ലായിരുന്നോ? ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? അഭയാർത്ഥികൾ ഒരുപാട് ഒഴുകുന്നില്ലേ? ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്നു, ഒരുപാട് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു, അങ്ങനെ ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടാ, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഫ്ലോ ഓഫ്. എവിടെ പറയുന്നത്? റെഫ്യൂജി. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും നോക്കിയിട്ട് പോവുക. ചിലപ്പോൾ അത് ചോദിച്ചേക്കാം. രണ്ടാമത്തെ ഹെഡിങ് എന്തുവായിരുന്നടാ? ഇന്റഗ്രേഷൻ ഓഫ് എന്തുവാടാ? പ്രിൻസിലി സ്റ്റേറ്റ്സ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അഥവാ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് ചെറിയ 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 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെ എല്ലാം കൂടി എന്ത് ചെയ്യണം? ഒന്നാക്കി മാറ്റണം. ഒരു വലിയ ടാസ്ക് ആണത്, ഒരു വലിയ ജോലിയാണത്. അപ്പൊ അതിൻ്റെ ആ ഒരു കർത്തവ്യം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഏൽപ്പിച്ചത് പ്രിയങ്കരനായിരുന്ന ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ അടുത്താണ്. ആരുടെ അടുത്താണ്? സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് നാട്ടുരാജ്യങ്ങളെല്ലാം കൂടി ഒന്നാക്കുവാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഏൽപ്പിച്ചത്. അങ്ങനെ പ്രിയങ്കരനായ സർദാർ വല്ലഭായ് പട്ടേൽ എന്ത് ചെയ്തു? മലയാളിയായ VP മേനോനെ കൂട്ടുപിടിച്ചിട്ട് ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ അഥവാ ഒരു ലയന കരാർ ഉണ്ടാക്കുന്നുണ്ട്. തൽഫലമായിട്ട് നാട്ടുരാജ്യങ്ങളോട് ഒരുപാട് ആവശ്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട്. അവരുടെ മുമ്പിൽ കുറെ പ്രപ്പോസൽസ് വെക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഈ ഇന്ത്യൻ യൂണിയനിൽ ചേരണം. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ചേരുന്നു, ചില രാജ്യങ്ങളൊന്നും ചേരുന്നില്ല. അങ്ങനെ അവരെയെല്ലാം നമ്മുടെ നിയമത്തിന്റെ പരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും നമ്മൾ അങ്ങനെ ഇന്ത്യ എന്നൊരു രാജ്യമായി മാറുകയും ചെയ്യുന്നുണ്ട്. ആ സംഭവമാണ് ഇത് ഇന്റഗ്രേഷൻ ഓഫ് ഏതാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം സർദാർ വല്ലഭായ് പട്ടേലുണ്ട്, VP മേനോനുണ്ട്, ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞ എന്താണ് കുഞ്ഞുങ്ങളെ? കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അല്ലേ, അഥവാ ഭരണഘടനയും പിന്നെന്താണ്? ജനറൽ ഇലക്ഷനും. ആദ്യത്തെ ഇലക്ഷൻ നമുക്കൊരു ഭരണഘടന വേണ്ടേ? കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടേ? അതിന് മുന്നേ നമുക്ക് ഉണ്ടായിരുന്നോ? ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ആ ബ്രിട്ടീഷുകാരുടെ ലോ ആണ് ഇവിടെ, നിയമങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം പോയിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി എന്ത് വേണം? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ഒരു ഭരണഘടന വേണം. അങ്ങനത്തെ ഫലമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ രാജേന്ദ്ര പ്രസാദ് എല്ലാവരും കൂടി, അംബേദ്കറിനെയൊക്കെ അറിയാമല്ലോ, അങ്ങനെ അവരെല്ലാം കൂടി എന്തുണ്ടാക്കുന്നുണ്ടാ? ഒരു ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുന്നുണ്ട്. 1951-52 കാലത്താണ് എന്ത് നടക്കുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ആരും മാറുന്നുണ്ട്? പ്രിയങ്കരനായിരുന്ന ജവഹർലാൽ നെഹ്റു മാറുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യം എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ടേ പോകാവൂ. പിന്നെ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഭാഷാപരമായിട്ട് സംസ്ഥാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? പുനഃസംഘടിപ്പിക്കണമായിരുന്നു. ഫോർ എക്സാമ്പിൾ മറ്റു രാജ്യങ്ങളെ പോലെയല്ല നമ്മുടെ ഇന്ത്യ.
നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയാൽ ആ എല്ലാ രാജ്യങ്ങളിലെയും ആളുകൾ ഒരേ കൂട്ട് സംസാരിക്കുന്നവരായിരിക്കും, ഒരേ ഭാഷയായിരിക്കും അല്ലെ. ഇന്ത്യയിൽ അങ്ങനെയാണോ? മലയാളികളുണ്ട്, ബംഗാളിയുണ്ട്, തമിഴന്മാരുണ്ട്, കന്നഡയുണ്ട്, ഗുജറാത്തിയുണ്ട്, മറാത്തിയുണ്ട്, അങ്ങനെ അങ്ങനെ വിവിധ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ആ വിവിധ ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഓരോ സംസ്ഥാനങ്ങൾ വേണമെന്ന് പല പല സ്ഥലങ്ങളിൽ നിന്ന് ശബ്ദം ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറെ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുറെ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ ഭാഷ നോക്കി തന്നെയാണ് പിന്നീട് നമ്മുടെ രാജ്യത്ത് പല സ്റ്റേറ്റുകളും വന്നേക്കുന്നത്. ഇപ്പൊ തമിഴ് സംസാരിക്കുന്നവർക്ക് എന്ത് കൊടുത്തു? തമിഴ്നാട് കൊടുത്തു. മലയാളം സംസാരിക്കുന്നവർക്ക് കേരളം കൊടുത്തു. അങ്ങനെ അങ്ങനെ കുറെ സംസ്ഥാനങ്ങൾക്ക് എന്ത് കൊടുത്തു? ഭാഷ നോക്കിയിട്ട് നമ്മളിവിടെ ഒരു സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നീട് പറഞ്ഞു എന്തുവാ, പ്രോഗ്രസിന്റെ എവിടെയാണ്? ഇക്കണോമിക് സെക്ടറാണ്, അഥവാ സാമ്പത്തിക മേഖലയിലെ പുരോഗതിയാണ്. അവിടെയാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോടാ? 5 വർഷം കൂടുമ്പോൾ ഓരോ പുരോഗതിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഒക്കെ വെക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഇക്കണോമിക് സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അതെന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ പോകണം. 5 ഇയർ പ്ലാന്റെ പദ്ധതി തന്നെ എന്തുവായിരുന്നു? അങ്ങനെ ഓരോ 5 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുക? ഇന്ത്യയുടെ പുരോഗതിയാണ്. ഓരോ 5 വർഷം കഴിയുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് അതൊക്കെ നടപ്പിലാക്കാൻ നോക്കി ഇന്ത്യ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല ഒരു വലിയ വികസിത രാജ്യമാക്കി എന്ത് ചെയ്യണം? നമുക്ക് മാറ്റണമായിരുന്നു. അത് വികസന രാജ്യമാക്കി നമുക്ക് എന്ത് ചെയ്യണം? മാറ്റണം. അങ്ങനെ അന്നൂട്ടേ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ഗവൺമെന്റ് പല പല പ്രോഗ്രാംസ് ഇക്കണോമിക് സെക്ടറിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഉറപ്പായിട്ട് നിങ്ങൾ പോകാൻ. പിന്നീട് പറഞ്ഞായിരുന്നു അച്ചീവ്മെന്റ്സിന് എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജി. എല്ലാ വർഷവും മക്കളെ ചോദിക്കുന്ന ചോദ്യമാണ് അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് എന്ന് വെച്ചാൽ ശാസ്ത്രമല്ലടാ. ടെക്നോളജി എന്തുവാടാ? സാങ്കേതിക വിദ്യയല്ലേ. അപ്പൊ സാങ്കേതിക വിദ്യയിലും സയൻസിലും ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തെല്ലാം ഡെവലപ്മെന്റ്സ് ഉണ്ടായി, എന്തെല്ലാം മാറ്റമുണ്ടായി എന്ന് പറയുന്നുണ്ട്, നേട്ടമുണ്ടായി എന്ന് പറയുന്നുണ്ട്. അവിടെ കുറെ പേരുകൾ പറയുന്നുണ്ട്. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേര് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. നമ്മുടെ ഏത് ഫീൽഡിലെ ഏത് മേഖലയിലെ നേട്ടം പറയുമ്പോൾ അതിൻ്റെയൊക്കെ മുഖ്യ കാരണക്കാരൻ ആരാടാ? നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ്. ഇവിടെ പറയുന്നുണ്ട് CSIR വരുന്നുണ്ട്, ഐക്കർ വരുന്നുണ്ട്, അങ്ങനെ അങ്ങനെ കുറെ അതായത് ഇവിടെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് പറയുന്നുണ്ട്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് പറയുന്നുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് പറയുന്നുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നുണ്ട്. അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. പ്രിയങ്കരനായ കുറെ പേരുണ്ട്. ഹോമി ജഹാംഗീർ ബാബയുണ്ട്, SN ഭട്നാഗർ ഉണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ HJ ഭാവവാസ, ഹെഡ് ഓഫ് ദി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കുറെ പേരുണ്ട്. ആ പേരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും മക്കളെ നിങ്ങൾ പഠിച്ചിട്ട് എവിടെ പോകാവൂ? എക്സാമിനേഷന് പോകാവൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഉറപ്പായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? പിന്നെ സ്പേസ് റിസർച്ചിന്റെ കാര്യമാണ് അടുത്ത് പറയുന്നത്. നമ്മുടെ അറിയാലോ, ആകാശത്ത് നടക്കുന്ന വിക്ഷേപണവുമായി ബന്ധപ്പെട്ട സ്പേസിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നിന്നും ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതുകൂടെയൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചിട്ട് പോവുക. അവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ തുമ്പാടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. തൽഫലമായിട്ട് നമ്മുടെ കുറെ ഏജൻസികൾ പറയുന്നുണ്ട്. പിന്നെ കുറെ നേതാക്കളുടെ കാര്യങ്ങൾ, നമ്മുടെ സ്പേസിലുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ അബ്ദുൽ കലാമിനെയൊക്കെ അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെയൊക്കെ നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ അദ്ദേഹമൊക്കെ എങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തി, അതിനൊക്കെ വേണ്ടി അതിന് മുമ്പുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പുരോഗതി, ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. കുറെ സംഭവങ്ങൾ ഇൻഗോസ്പാറിനെ കുറിച്ച് പറയുന്നുണ്ട്. ISROയുടെ കാര്യം പറയുന്നുണ്ട്. 1969 മക്കൾ 1969 ISRO ഉണ്ടാകുന്നത്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ലോഞ്ചിങ്ങിന്റെ കാര്യം, തുമ്പായുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് സാറ്റലൈറ്റ് ആയ ആര്യഭട്ട ലോഞ്ച് ചെയ്ത കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ആര്യഭട്ട ഇവിടുന്ന് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് 1975 പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ നേതാവ് ആരാടാ? പ്രിയങ്കരനായ നമ്മുടെ ജവഹർലാൽ നെഹ്റുവാണ്. അങ്ങനെ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയെ കുറിച്ച് പറയുന്നു. അങ്ങനെ കുറെ പേരുണ്ട്, കുറെ വ്യക്തികളുടെ പേരുണ്ട്. അവയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കിയിട്ട് വേണം കുഞ്ഞുങ്ങൾ എവിടെ പോകാൻ വേണ്ടി നമ്മളുടെ എക്സാമിനേഷന് പോകാൻ. അവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പേരാണ് ആരുടെ? ഡോക്ടർ APJ അബ്ദുൽ കലാം. അങ്ങനെ കുറെ പേര് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ആ പേരുകളൊക്കെ പഠിക്കുക, അവരുടെ ആ കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്യുക, അതും പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിനേഷന് പോവുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? മാർക്ക് മേടിക്കാം. പിന്നെ ഉള്ളതാണ് എന്ത്? എഡ്യൂക്കേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉള്ള അതേ വിദ്യാഭ്യാസമല്ല നമ്മൾ ഫോളോ ചെയ്തത്. കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യ ഫ്രീ ആയതിനു ശേഷം നമ്മളുടെ തനതായ ശൈലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിദ്യാഭ്യാസ മേഖല ഫുള്ളായിട്ട് നമ്മൾ പൊളിച്ചെഴുതുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറെ കമ്മീഷൻസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണത്. പ്രധാനമായിട്ടും പറയുന്ന മക്കളെ 3 കമ്മീഷന്റെ കാര്യമാണ്. ഒന്നാമതായിട്ട് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948 വരുന്നത്.
ദെൻ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ പറയുന്നുണ്ട്, 1952 പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് കോത്താരി കമ്മീഷൻ അഥവാ മൂന്നാമത്തെ കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. എന്താ കമ്മീഷനാണ്? കോത്താരി കമ്മീഷൻ. അങ്ങനെ ഇന്ത്യ ഫ്രീ ആയതിനു ശേഷം നിലവിൽ വന്ന പ്രധാനപ്പെട്ട 3 വിദ്യാഭ്യാസ കമ്മീഷൻസ് ഏതൊക്കെയാടാ? രാധാകൃഷ്ണ കമ്മീഷനുണ്ട്, മുതലിയാരുണ്ട്, കോത്താരിയുണ്ട്. ഈ ഓരോ കമ്മീഷൻസിനും ഓരോ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു, ഓരോ ലക്ഷ്യങ്ങളായിരുന്നു. അതെന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. 101% സാറ് പറയുന്നു അവിടെ നിന്നും ഒരു ചോദ്യം വന്നിരിക്കും മക്കളെ, വന്നിരിക്കും. ഇവിടെ വന്നില്ലെങ്കിൽ സാറ് പിന്നെ ഈ ഫീൽഡ് വിടുന്നതായിരിക്കും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരൂല. അപ്പൊ ഇത് എന്ത് ചെയ്യുക? നിങ്ങൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെ പ്രതീക്ഷിക്കാം? എക്സാമിനേഷന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ അല്ലേ? പിന്നെ പറഞ്ഞ എന്തുവാടാ? കൾച്ചറൽ അച്ചീവ്മെന്റ്സ് അല്ലേ പറഞ്ഞത്? അപ്പൊ അത് എന്ത് ചെയ്യുക? ജസ്റ്റ് കൾച്ചറോ ഒരു മിനിറ്റ് പറയുവാണ് റെഡി ആയിട്ടാ. അപ്പൊ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ആ 3 കമ്മീഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ശേഷം ഒരു പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നുണ്ട്. 1986 ഒരു പോളിസി വീണ്ടും വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോളിസി 1986 വരുന്നത്. അതിന് ചില റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നു. അതിൻ്റെ കുറെ റെക്കമെൻഡേഷൻസ് നിർദ്ദേശങ്ങളുണ്ട്. ഫസ്റ്റ് പറയുന്നുണ്ട് ഫോക്കസിങ് ഓൺ എന്താണ്? പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കൊടുക്കും. അതായത് ഒരു പ്രൈമറി വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവരെ എന്ത് ചെയ്യുക? വീണ്ടും പഠിപ്പിക്കണം. ലോഞ്ചിങ് എന്ത് കൊണ്ടുവന്നു? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം, അതായത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം കൊണ്ടുവരുന്നു. ദെൻ പറയുന്നു സ്റ്റാർട്ടിങ് നവോദയ വിദ്യാലയാസ് എവറി ഡിസ്ട്രിക്ട്, എല്ലാ ജില്ലയിലും എന്ത് കൊണ്ടുവരാൻ പറയുന്നുണ്ട്? നവോദയ സ്കൂൾ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. എൻകറേജിങ് ഗേൾസ് എഡ്യൂക്കേഷൻ, അങ്ങനെ സ്ത്രീകൾക്ക് എന്ത് കൊടുക്കണം? പെൺകുട്ടികൾക്ക് എന്ത് കൊടുക്കണടാ? വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ പറയുന്ന ഒരു പ്രപ്പോസലാണ് ആര് മുന്നോട്ട് വെച്ചത്? NB അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വെച്ചത്. അപ്പൊ അത് 1986 അത് നമ്മുടെ എഡ്യൂക്കേഷന്റെ ഭാഗത്ത് വരുന്നതാണ്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എവിടെ പോകാൻ, എക്സാമിനേഷന് പോകാൻ. പിന്നെ കൾച്ചറിലേക്ക് വന്നാൽ മക്കൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. കൾച്ചർ അതാ സാംസ്കാരിക നേട്ടങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് പേജ് നമ്പർ 148 പോകണം. അവിടെ ഒരു കോളം കിടപ്പുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് പറയുന്നുണ്ട്, ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് സംഗീത നാടക അക്കാദമി പറയുന്നുണ്ട്, ലളിത് കല അക്കാദമി പറയുന്നുണ്ട്, സാഹിത്യ അക്കാദമി പറയുന്നുണ്ട്, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പറയുന്നുണ്ട്, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട അവരുടെ ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ കൾച്ചറൽ അച്ചീവ്മെന്റ്സ് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് പഠിക്കണം, ആക്ടിവിറ്റീസ് പഠിക്കണം, ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കണം. ജസ്റ്റ് നോക്കിയിട്ട് പോവുക. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഏതാണ്? എഡ്യൂക്കേഷൻ ആണെന്ന് ഒന്നുകൂടി സാറ് പറയുന്നു. ലാസ്റ്റ് ആയിട്ടുള്ള പോളിസി സംഭവം ഏതാണാ? ഫോറിൻ പോളിസി അഥവാ വിദേശ നയമല്ലേ? അപ്പൊ ഇന്ത്യക്ക് എന്തുണ്ട്? ഒരു വിദേശ നയമുണ്ട്. ആ വിദേശ നയത്തിന്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാ? അതും ആരാടാ? പ്രിയങ്കരനായിരുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ പോളിസിയുടെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ചില ഫോറിൻ പോളിസിയുടെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പർ 148 കിടപ്പുണ്ട്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പ്രിൻസിപ്പിൾസ് എന്തെല്ലാം ജസ്റ്റ് സാറിന് പറയാം. റെസിസ്റ്റൻസ് ടു കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം എന്തിനേക്ക് എതിർക്കുന്നുണ്ട്? സാമ്രാജ്യത്വം വേണ്ട, കൊളോണിയലിസം വേണ്ട. അതിന് ഹോസ്റ്റിലിറ്റി ടു റേസിസം, വംശീയതയുടെ എതിർപ്പാണ്. ട്രസ്റ്റ് ഇൻ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആരെ വിശ്വസിക്കുന്നുണ്ട്? UNO വിശ്വസിക്കുന്നുണ്ട്. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ്, സമാധാനപരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ പഞ്ചശീല പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇന്ത്യക്ക് ഒരു പോളിസിയാണ്, എന്ത്? പഞ്ചശീല തത്വങ്ങളുണ്ട്. എംഫസൈസ് എന്താണ്? ഓൺ ദ നെസസിറ്റി ഓഫ് ഫോറിൻ അസിസ്റ്റൻസ്, വിദേശ സഹായങ്ങൾ സ്വീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പോളിസി ഓഫ് എന്താണ്? നോൺ അലൈവൽ, അങ്ങനെ ചേരാ പ്രസ്ഥാനം, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് ഇവിടെ പോവാൻ. ഓക്കെ, പഞ്ചശീല പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഫോറിൻ പോളിസി പറയാൻ വേണ്ടി ഫോറിൻ പോളിസിയുടെ പ്രിൻസിപ്പിൾസ് അഥവാ തത്വങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ പറയുന്നുണ്ട്. റെസിസ്റ്റൻസ് ടു കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം ആണ്. ആ ഇമ്പീരിയലിസം എന്ന് വെച്ചാൽ എന്തോടെ? സാമ്രാജ്യത്വമാണ്. കൊളോണിയലിസം എന്ന് വെച്ചാൽ കോളനിയൽ വൽക്കരണമാണ്. അതിനോട് നമുക്ക് എന്താണ്? റെസിസ്റ്റൻസ് പ്രതിരോധമാണ്, എതിർപ്പാണ്. ഹോസ്റ്റിലിറ്റി ടു റേസിസം എന്തോടാ? വംശീയത നമുക്ക് എതിർപ്പാണ്. ട്രസ്റ്റ് ഇൻ ദി എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, നമ്മൾ ആരെ വിശ്വസിക്കുന്നുണ്ട്? UNO വിശ്വസിക്കുന്നുണ്ട്. പിന്നെ പീസ്ഫുൾ ആയിട്ട് നമ്മൾ എന്തുണ്ട്? കോ എക്സിസ്റ്റൻസ് എന്തുകൊണ്ടാണ്? നമ്മൾ സമാധാനത്തോടു കൂടി നിലനിൽക്കുന്നുണ്ട്. പിന്നെ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമുക്ക് എന്തുണ്ട്? പഞ്ചശീല തത്വങ്ങളുണ്ട്. പിന്നെ എന്താണ്? എംഫസിസ് എന്താണ്? ഓൺ ദ നെസസിറ്റി ഓഫ് ഫോറിൻ അസിസ്റ്റൻസ്, നമ്മൾ ആരെ ഹെൽപ്പ് സ്വീകരിക്കൂടാ? ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിദേശ സഹായം സ്വീകരിക്കുന്നുണ്ട്. പിന്നെ പോളിസി ഓഫ് എന്താണ്? നോൺ അലൈൻമെന്റ് അഥവാ
ചെയ്ത പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ എന്തുവാ, അതായത് നമ്മുടെ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ഫോറിൻ പോളിസിയുടെ തത്വങ്ങളാണ്. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ഒന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ അല്ലേ? ലാസ്റ്റ് നമ്മുടെ പഞ്ചശീല പ്രിൻസിപ്പിൾസ് കൂടി സാറ് പറയാം. നമ്മുടെ ഫോറിൻ പോളിസിയിലെ വന്നൊരു പോയിന്റാണ് പഞ്ചശീല പ്രിൻസിപ്പിൾസ്, അഥവാ പഞ്ചമക്കൾ എത്താണ് 5 അല്ലടാ 5 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അത് ഇന്ത്യയും പിന്നെ ആരും കൂടിയാണ്, ചൈനയുമായിട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത്. 1954 പഞ്ചശീൽ പ്രിൻസിപ്പിൾ സൈൻ ചെയ്യുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചോ ഇൻ ലായും കൂടിയാണ് എന്ത് ചെയ്തത്, ഇത് സൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. പഞ്ചശീല പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് ചില പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഫോളോ താഴെ പറയുന്നുണ്ട്. മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ്, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി, അഥവാ പരസ്പരമുള്ള പരമാധികാരത്തെയും ദേശീയതയ്ക്ക് നമ്മൾ എന്തിനാണ് അംഗീകരിക്കണം എന്ന് പറയുന്നുണ്ട്. മ്യൂച്വൽ എന്താണ്, നോൺ അഗ്രഷൻ, അഥവാ പരസ്പരം ആക്രമിക്കാൻ പാടില്ല. മ്യൂച്വൽ നോൺ ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്, അതായത് ഒരു രാജ്യത്തിന്റെ പേഴ്സണലായ കാര്യങ്ങളിൽ മറ്റു രാജ്യത്തെയും പോലെ ഇടപെടാൻ പാടില്ല. പിന്നെ ഇക്വാളിറ്റി ആൻഡ് കോപ്പറേഷൻ ഫോർ എ മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്, 2 രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകുവാൻ വേണ്ടി പരസ്പരം ഒരു ഇക്വാളിറ്റി ഒക്കെ വേണം. പിന്നെ പീസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നിലനിൽക്കുക, അഥവാ കോ എക്സിസ്റ്റൻസ് ആണ്, അഥവാ നമ്മൾ എന്ത് ചെയ്യാം, സമാധാനം നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ എല്ലാം മേട് പറഞ്ഞേടാ പഞ്ചശീല പ്രിൻസിപ്പിൾസ് ആണ്. ഈ പഞ്ചശീല പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഫോറിൻ പോളിസി വരുന്നൊരു പോയിന്റ് ആണ്. ഈ ഫോറിൻ പോളിസി വരുന്ന പഞ്ചശീല പ്രിൻസിപ്പിൾസ് ഇന്ത്യയുടെ ആരുമായിട്ട് ഒപ്പുവെച്ചെന്ന് ചോദിച്ചാൽ ചൈനയുമായിട്ടാണ് 1954. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ അതുകൂടി ഒന്ന് നോക്കിയിട്ടാണ് പോകാൻ, എക്സാമിനേഷന് പോകാൻ. ഓക്കെ മക്കളെ, അന്നേരം നമ്മൾ അടുത്തതായിട്ട് പറയുന്ന പാഠം നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന പാഠം, എങ്ങനെ നിങ്ങളുടെ നിയാസ് സാർ നിങ്ങൾ പഠിപ്പിച്ച പാഠമാണ് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. അതിന്റെ കുറച്ച് വിശദമായ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇനി ആരെങ്കിലും കാണാനുണ്ട് എന്ത് ചെയ്യണം, അതൊന്ന് പോയി നിങ്ങൾ എത്തി നോക്കി നന്നായി കണ്ടിട്ട് ഇതിലേക്ക് വന്നാൽ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് അറിയാമല്ലോ ഏതൊക്കെയായിരുന്നു. നമ്മൾ പറയുന്നുണ്ട് എന്താണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. സ്റ്റേറ്റ് എന്ന് പറയുന്നു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ്, എങ്ങനെ താമസിക്കുന്നു, പെർമനന്റ്ലി വിത്തിൻ എ പെർട്ടിക്കുലർ ടെറിറ്ററി വിത്ത് സോവറിൻ ഗവൺമെന്റ്. ഓർമ്മയുണ്ടോ, ഒരു നിശ്ചിത പ്രദേശത്ത് പരമാധികാര ഗവൺമെന്റോട് കൂടി സ്ഥിരമായി താമസിക്കുന്ന ജനങ്ങളുടെ കൂട്ടമാണ് എന്ത് സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രം എന്താണെന്ന് പഠിക്കണം. പിന്നെ ആ രാഷ്ട്രത്തിന്റെ ഫാക്ടേഴ്സ് സാറ് പറഞ്ഞു. ഓർമ്മയുണ്ടോ, രാഷ്ട്രത്തിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാടാ, പോപ്പുലേഷൻ ഉണ്ട്, ടെറിറ്ററി ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, സോവറിറ്റി ഉണ്ട്. ഓർമ്മയുണ്ടല്ലോ. അത് ഓരോന്നും എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ചാനലിലുണ്ട്, നോക്കി പഠിച്ചോണം. പിന്നെ ഫങ്ഷൻസ് ഓഫ് എ സ്റ്റേറ്റ് ആണ്, അഥവാ ഒരു സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻ എത്ര തരം ഉണ്ടായിരുന്നു, 2 ഏതൊക്കെയാണ്, ഒബ്ലിഗേറ്ററി ഉണ്ട്, ഡിസ്ക്രിഷണറി ഉണ്ട്, നിർബന്ധിത ചുമതലയുണ്ട്, വിവേചനപരമായ ചുമതലയില്ലേ. ഉറപ്പായിട്ട് പഠിക്കണേ. ഏറ്റവും എളുപ്പത്തിൽ വേഗത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാഠമാണത് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ഞാൻ നിങ്ങളോട് എന്തെല്ലാം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അത് മാത്രം നോക്കിക്കൊണ്ട് പോയാൽ ആ ചാപ്റ്ററിലെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഞാനിത് 100% ഗ്യാരണ്ടി പറയുന്നു. ഫങ്ഷൻസ് പഠിക്കണം. ഒബ്ലിഗേറ്ററി ഉണ്ട്, ഡിസ്ക്രിഷണറി ഉണ്ട്, നിർബന്ധിതമുണ്ട്, വിവേചനമുണ്ട്. പറഞ്ഞതുപോലെ തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് എ സ്റ്റേറ്റിലെ തിയറീസ് ഓർമ്മയുണ്ട്. സിദ്ധാന്തങ്ങളാണ്. ആരുമായി ബന്ധപ്പെട്ടയാടാ, ഒരു സ്റ്റേറ്റ് എങ്ങനെ ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ഓർമ്മയുണ്ട്. 4 ഇല്ലായിരുന്നോ, ഡിവൈൻ റൈറ്റ് ഉണ്ട്, സോഷ്യൽ കോൺട്രാക്ട് ഉണ്ട്, പവർ ഉണ്ട്, എവല്യൂഷൻ ഉണ്ട്. അതിൽ നിന്ന് തന്നെ എക്സാമിനേഷൻ സെപ്പറേറ്റ് ചോദിക്കുന്നതാണ് എവല്യൂഷൻ തിയറി, ഹിസ്റ്ററിയുടെ. അതായത് ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരുടെ ഭാഗമാണ്, ആ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഓരോ സോഷ്യൽ സാമൂഹിക പരിണാമം, മീൻസ് ഓരോ കാലഘട്ടങ്ങളിലൂടെ ആ പരിണമിച്ചാണ് ആരുണ്ടായെന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഉണ്ടായെന്ന് പറയുന്ന തിയറിയാണിത് എവല്യൂഷൻ തിയറി അഥവാ പരിണാമ സിദ്ധാന്തം. ഓർമ്മയുണ്ടല്ലോ. സോഷ്യൽ കോൺട്രാക്ട് തിയറി ഉണ്ട്, ഡിവൈൻ റൈറ്റ് തിയറി ഉണ്ട്, പവർ തിയറി ഉണ്ട്. ഓർമ്മയുണ്ടോ. അപ്പൊ 4 സിദ്ധാന്തങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചോണം. സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട 4 സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാടാ, ഡിവൈൻ റൈറ്റ് തിയറി, സോഷ്യൽ കോൺട്രാക്ട് തിയറി, എവല്യൂഷൻ തിയറി, പവർ തിയറി. അറിയാമല്ലോ. ജസ്റ്റ് നോക്കിയിട്ടേ പോകാവൂ. സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുക. പിന്നെ പറഞ്ഞ എന്തുവാടാ, സിറ്റിസൺഷിപ്പ് അല്ലേ. എന്താ സിറ്റിസൺഷിപ്പ് വെച്ചാൽ മക്കളെ, പിന്നെ പറഞ്ഞ എന്തുവാടാ, സിറ്റിസൺഷിപ്പ് അല്ലേ. എന്താണ് സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ആ രാജ്യം കൊടുക്കുന്ന പൂർണ്ണമായ ഈക്വലായ മെമ്പർഷിപ്പാണ് എന്ത്, സിറ്റിസൺഷിപ്പ്. ആ സിറ്റിസൺഷിപ്പ് 2 തരമില്ലായിരുന്നോ, ഏതൊക്കെയാ പറ കേക്കട്ടെ. ഏതൊക്കെയാടാ, നാച്ചുറൽ ഉണ്ട്, അക്വയർഡ് ഉണ്ട്. സ്വാഭാവിക പൗരത്വം ഉണ്ട്, ആർജിത പൗരത്വം ഉണ്ട്. ബൈ ബർത്ത്, ജന്മനാ തന്നെ ഒരു വ്യക്തിക്ക് പൗരത്വം കിട്ടിയാൽ അവൻ ആരാടാ, ആ സ്വാഭാവികമായിട്ട് അവൻ എന്താണ്, ആ സ്വാഭാവിക പൗരനാ. നേരെ മറിച്ച് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിലെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ആ പൗരത്വം നേടിയെടുത്താൽ അവൻ എന്തുവാടാ, അക്വയർഡ് ആണ്, അഥവാ ആർജിത പൗരനാണ്. അപ്പൊ അതാണ് പൗരത്വം. പഠിച്ചോണം. ലാസ്റ്റ് ടോപ്പിക് എന്തുവായിരുന്നടാ, പിന്നെ പൊളിറ്റിക്കൽ സയൻസ് അല്ലേ. വാട്ട് ഈസ് പൊളിറ്റിക്കൽ സയൻസ്, പറ കേക്കട്ടെ. വാട്ട് ഈസ് പൊളിറ്റിക്കൽ സയൻസ് എന്തുവാ, പറ കേട്ടെ. എന്തുവാടാ, സ്റ്റഡി ആരെ കുറിച്ചാണ്, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്.
ആ സ്റ്റേറ്റിനെ കുറിച്ചും ആ ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണെന്ത് പൊളിറ്റിക്കൽ സയൻസ്. ഓർമ്മയുണ്ടോ? അതിന്റെ ഫാദർ ആരായിരുന്നു? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ആ പാഠവുമായി ബന്ധപ്പെട്ട കറക്റ്റ് ക്ലാസ് നിങ്ങൾ ആരെങ്കിലും കാണേണ്ടത് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിലേക്ക് പോയി ആ ക്ലാസ് കറക്റ്റ് ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ വിത്ത് നോട്ട്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓൾമോസ്റ്റ് ക്രിസ്മസ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുവാൻ സാധ്യതയുള്ള ഹിസ്റ്ററിയിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് സാർ പറഞ്ഞ കാര്യങ്ങൾ കുറെ കൂടെ ഡീപ്പായിട്ട് പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ശ്രമിച്ചാൽ പോരാ, പഠിക്കണം. ഓക്കെ, ആ പഠിച്ചു കഴിഞ്ഞ സമയത്ത് അല്ലെ പഠിക്കുമ്പോഴോ പഠിച്ചു കഴിഞ്ഞോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫോർമാലിറ്റിയും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് നേരെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളുടെ സാറന്മാരോട് ചോദിക്കാം. 24 hours 24 മണിക്കൂറും നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ബ്രൈറ്റ് അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ സ്വപ്നതുല്യമായ യുണീക്കായ വിജയമാണ് ബ്രൈറ്റ് അക്കാഡമിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ബ്രൈറ്റ് അക്കാഡമി യൂട്യൂബ് ചാനൽ പോലും സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ സൊസൈറ്റിയിലെ കുട്ടികൾക്ക് മാക്സിമം നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അതിന്റെ ഫലമായിട്ടാണ് ഏറ്റവും ഹൈലി ക്വാളിഫൈഡ് ആയ ടാലന്റഡ് ആയ മിടുക്കന്മാരായ സാറന്മാരാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. പ്രഗത്ഭരായ അധ്യാപകർ അല്ലെ, അത്രയും പ്രഗത്ഭരായ അധ്യാപകർ എന്തിനു വേണ്ടിയാണ് ക്ലാസ് തരുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അധ്യാപകരെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ചൂഷണം ചെയ്ത് നിങ്ങൾ അറിവുകൾ ഇങ്ങനെ പരമാവധി നേടിക്കൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മുടെ ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ട കുട്ടികൾ എന്ത് ചെയ്യുക? കാണാത്ത കുട്ടികൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഛേദവും ഇല്ലാത്ത ഉപകാരമല്ലേ, ഒരു നഷ്ടവും ഇല്ലാത്ത ഉപകാരമല്ലേ? ഫ്രണ്ട്സിന് കൊടുക്കുക, അവരും പഠിക്കട്ടെ. നമ്മൾ മാത്രം പഠിച്ചാൽ മതിയോ? നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, അവരോട് പറയണം. നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ സാർ ഒന്നുകൂടി പറയുന്നു, ഇന്ന് നമ്മൾ പറഞ്ഞത് ക്രിസ്മസ് എക്സാമിനേഷന് വരാൻ പോകുന്ന പാഠങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആൻസറുകൾ സാറ് ജസ്റ്റ് ബ്രീഫായിട്ടേ പറഞ്ഞുള്ളൂ. അത് സമയത്തിന്റെ കുറവ് കൊണ്ട് മാത്രമാണ്. വിഷമിക്കണ്ട, സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിച്ചാൽ മതി. ഏത് സമയത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം കാണും. ആദ്യം പറഞ്ഞ പാഠം ഏതാ? കൾച്ചർ ആൻഡ് നാഷണലിസം അല്ലേ? സംസ്കാരം ആൻഡ് ദേശീയതയല്ലേ? ആ സംസ്കാരം ആൻഡ് ദേശീയതയ്ക്ക് അത് പറയുന്നത് എന്തുവാ? എങ്ങനെ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ദേശീയത അഥവാ നാഷണലിസം എന്ന ഫീലിങ്സ് ഉണ്ടായെന്നല്ലേ? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫാക്ടറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പ്രസിന്റെ കാര്യം പറഞ്ഞു, കൊളോണിയൽ റൂള് പറഞ്ഞു, എഡ്യൂക്കേഷൻ പറഞ്ഞു, ലിറ്ററേച്ചർ പറഞ്ഞു, ആർട്ട് പറഞ്ഞു, സോഷ്യൽ റിഫോംസ് പറഞ്ഞു. അവയെല്ലാം എന്ത് ചെയ്യാ? നോക്കിക്കൊണ്ട് പോവാ. ഇന്ന് പറഞ്ഞ പാഠം ഏതാണ്? സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അല്ലേ? ഗാന്ധിജിയാണ് ടോപ്പിക്ക്. ഏഴ് സ്ട്രഗിൾസ് അദ്ദേഹത്തിന് പറഞ്ഞു, സമര രീതികൾ പറഞ്ഞു, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ പറഞ്ഞു. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാ? നോക്കിക്കൊണ്ട് പോകണം. പിന്നെ ഓൾട്ടർനേറ്റീവ് പാത്സ് പറഞ്ഞു. പിന്നെ നമ്മുടെ ലാഹോർ സൊസൈറ്റിയിലെ കാര്യം പറയുന്നുണ്ട്, സിവിൽ ഡിസോബീഡിയൻസ് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു? അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. പിന്നെ മൗണ്ട് ബാറ്റൻ പ്ലാൻ മറക്കല്ല, നിങ്ങൾ നോക്കിയിട്ട് എക്സാമിന് പോകാവൂ. മൗണ്ട് ബാറ്റൻ പ്ലാൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഏഴാമത്തെ പാഠം ഏതായിരുന്നു? ഇന്ത്യ ആഫ്റ്റർ എന്താണ്? ഇൻഡിപെൻഡൻസ് അല്ലേ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ്. അവിടെ ഫസ്റ്റ് ഫ്ലോ ഓഫ് റെഫ്യൂജിയാണ്. അതങ്ങനെ എക്സാമിനേഷൻ ചോദിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് സാർ ഒരുപാട് സ്ട്രെസ് ചെയ്ത് പറയാഞ്ഞത്. ചിലപ്പോഴത് ചോദിച്ചേക്കാം. പക്ഷേ രണ്ടാമത് പറഞ്ഞ എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് എന്താണ്? പ്രിൻസിലി സ്റ്റേറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അവിടെ സർദാർ വല്ലഭായ് പട്ടേലുണ്ട്, മലയാളിയായ VP മേനോൻ, രണ്ടുപേരും കൂടി ഒരു ലയന കരാർ ഉണ്ടാക്കുന്നുണ്ട്. ആ കരാർ പ്രകാരം ഇന്ത്യയെ നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്? ഒരു രാജ്യമാക്കി മാറ്റുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. പിന്നെ സയൻസ് മേഖലയിൽ നേട്ടങ്ങൾ പറയുന്നു, എഡ്യൂക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞു, സ്പേസ് റിസർച്ച് പറഞ്ഞു, അങ്ങനെ എക്കണോമിക് സെക്ടർ പറയുന്നുണ്ട്, പഞ്ചശീല പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്, ഫോറിൻ പോളിസി പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം എന്ത് ചെയ്യുക? നോക്കിയിട്ട് പോവുക. ലാസ്റ്റ് പിന്നെ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നന്നായിട്ട് സാർ പഠിപ്പിച്ചാണ്. അപ്പം അതുകൂടി എന്ത് ചെയ്യുക? നോക്കിയിട്ട് പോവുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി പുസ്തകം നോക്കി പഠിച്ച് സംശയങ്ങളുണ്ട് എന്നോട് ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയിട്ട് വേണം എവിടെ പോകാൻ, നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ട് എന്ത് ചെയ്യുക? എന്നോട് വീണ്ടും ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ബ്രൈറ്റ് അക്കാഡമി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ടീം ബ്രൈറ്റ് അക്കാഡമിയുടെ ഉന്നതമായ വിജയാശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ, താങ്ക് യു.